നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദർ ഈസ്, ദർ ആർ, ദർ വാസ്, ദർ വേർ, അതുപോലെ ഹാസ്, ഹാഡ് ഇവയെല്ലാം നമ്മൾ പഠിക്കേണ്ടായി. ഇവയുടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മളിതുവരെ ക്രിയേറ്റ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവയുടെ നെഗറ്റീവായിട്ടുള്ള രൂപമാണ്. നെഗറ്റീവായ രൂപം എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നതാണ്. മറ്റുള്ളതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളായിരുന്നു. ഇനി ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ദർ ഈസ് ഉപയോഗിച്ചിട്ടുള്ള നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് പഠിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അത് പഠിക്കാം. ദർ ഈസ് നോ ഹോപ്പ്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ദർ ഈസ് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നോ ഉപയോഗിക്കും. നോ ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായി മാറും. ദർ ഈസ് നോ ഹോപ്പ്. ദർ ഈസ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുണ്ട് എന്നാണ്. ദർ ഈസ് നോ ഹോപ്പ് ആകുമ്പോൾ പ്രതീക്ഷയില്ല. ഫോർ ഇംപ്രൂവ്മെൻറ്റ്, മെച്ചപ്പെടലിന് പ്രതീക്ഷയില്ല, മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയില്ല എന്നർത്ഥം. ദർ ഈസ് നോ ചാൻസ്. ചാൻസ് ഇല്ല, അവസരമില്ല. ഓഫ് സക്സസ്, വിജയത്തിന് സാധ്യതയില്ല എന്നർത്ഥം. അതുപോലെ ദർ ഈസ് നോ ജോയ്, സന്തോഷമില്ല. ഇൻ ദിസ് സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിൽ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം. അതുപോലെ ദർ ഈസ് നോ സൊല്യൂഷൻ, സൊല്യൂഷൻ ഇല്ല, പരിഹാരമില്ല. ടു ദി പ്രോബ്ലം, പ്രശ്നത്തിന് എന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ടു എന്ന് കൊടുത്തത്. അതുപോലെ ദർ ഈസ് നോ എവിഡൻസ്, എവിഡൻസ് ഇല്ല. എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവില്ല. ടു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്താങ്ങുക എന്നർത്ഥം, പിന്തുണക്കുക എന്നൊക്കെ അർത്ഥം. ദാറ്റ് ക്ലെയിം, ആ അവകാശവാദത്തെ സപ്പോർട്ട് ചെയ്യാവുന്ന തെളിവില്ല. ദർ ഈസ് നോ പ്രോഗ്രസ്, പ്രോഗ്രസ് ഇല്ല. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയില്ല. ഇൻ സർജറി എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ. അതുപോലെ ദർ ഈസ് നോ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണം എന്നാണ് അർത്ഥം. പരസ്പര സഹകരണമില്ല. എമംഗ് ടീം മെമ്പർമാർക്കിടയിൽ. എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നർത്ഥം. എമംഗ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. ദർ ഈസ് നോ പോസിറ്റീവ് ഔട്ട്കം. ദർ ഈസ് നോ ഇല്ല, പോസിറ്റീവ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട്, ഫലം എന്നൊക്കെ അർത്ഥം. ഇൻസൈറ്റ്, കാഴ്ചയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫലമില്ല. ദർ ഈസ് നോ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം എന്നർത്ഥം. ഉത്സാഹമില്ല. ഫോർ ദി പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ചെയ്യാനൊരു ഉത്സാഹമില്ല എന്നർത്ഥം. ദർ ഈസ് നോ അഗ്രിമെൻ്റ് ഇല്ല. അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രി ചെയ്യുക, അംഗീകരിക്കുക എന്നർത്ഥം. ഓൺ ദി ഇഷ്യൂ, ഈ ഇഷ്യൂവിന്മേൽ, പ്രശ്നത്തിന്മേൽ. ദർ ഈസ് നോ സപ്പോർട്ട്, പിന്തുണയില്ല. ഫോർ ദി പ്രപ്പോസ്ഡ് പ്ലാൻ, പ്രപ്പോസ് ചെയ്ത പ്ലാനിന്. പ്രപ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു വെച്ച എന്നർത്ഥം. പ്രപ്പോസ്ഡ് പ്ലാൻ, പ്രപ്പോസ്ഡ് ബിൽഡിംഗ്, തീരുമാനിച്ചുറപ്പിച്ച ബിൽഡിംഗ് എന്നൊക്കെ പറയും. ദർ ഈസ് നോ ക്ലാരിറ്റി, കൃത്യതയില്ല. ഇൻ ദി ഇൻസ്ട്രക്ഷനുകളിൽ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ എന്നർത്ഥം. ഗിവൺ, നൽകപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ദർ ഈസ് നോ സെൻസ് ഓഫ് ഏർജൻസി എന്ന് പറഞ്ഞാൽ തിടുക്കമില്ല. ഏർജൻസി എന്ന് പറഞ്ഞാൽ അർജൻറ്റ് എന്നൊക്കെ പറയുമല്ലോ, അതിന് വന്ന പദമാണ് ഏർജൻസി. ഇൻ അഡ്രസ്സിങ് ദ ഇഷ്യൂ, ഈ ഇഷ്യൂവിനെ അഭിസംബോധന ചെയ്യുന്നതിൽ, അഭിമുഖീകരിക്കുന്നതിൽ എന്നൊക്കെ അർത്ഥം. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നതിൽ ഒരു തിടുക്കുന്നില്ല. അതുപോലെ ദർ ഈസ് നോ യൂണിറ്റി, ഐക്യമില്ല. എമംഗ് ദി ഗ്രൂപ്പിനിടയിൽ. ദർ ഈസ് നോ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തിയില്ല. വിത്ത് ദ കറൻറ്റ് സിറ്റുവേഷൻ, വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നർത്ഥം, അതുമായിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. വിത്ത് ദ കറൻറ്റ് സിറ്റുവേഷൻ, നിലവിലുള്ള സാഹചര്യവുമായിട്ട്. കറൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എന്നർത്ഥം. ദർ ഈസ് നോ കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസമില്ല. ഇൻ ദ ലീഡർഷിപ്പ്, നേതൃത്വത്തിൽ. അതുപോലെ ദർ ഈസ് നോ എഫേർട്ട്, പരിശ്രമമില്ല. ഫ്രം സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിൽ നിന്ന്. ദർ ഈസ് നോ റെസ്പെക്റ്റ്, ബഹുമാനമില്ല. അതുപോലെ ദർ ഈസ് നോ മോട്ടിവേഷൻ ഇല്ല. ടു എക്സൽ, മെച്ചപ്പെടുവാനുള്ള. എക്സൽ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുക എന്നർത്ഥം. അതുപോലെ ദർ ഈസ് നോ ഇൻറ്റഗ്രിറ്റി, സത്യസന്ധതയില്ല. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധതയില്ല. ഇൻ ദെയർ ആക്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങളിൽ. ദർ ഈസ് നോ ഫെയർനെസ് ഇല്ല, നീതിയില്ല അല്ലെങ്കിൽ ന്യായമില്ല. ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കൽ.
പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രക്രിയ, പ്രവർത്തനം എന്നൊക്കെ അർത്ഥം. ദർ ഈസ് നോ എമ്പതി, സഹാനുഭൂതിയില്ല ഫോർ ദോസ്, ഒരു കൂട്ടം ആളുകൾക്ക്, ഹു ആർ സ്ട്രഗിളിങ്, അവരാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കലഹിക്കുന്ന ആളുകൾ. അപ്പോൾ കലഹിക്കുന്നവരായ ആളുകൾക്ക് എന്തില്ല? സഹാനുഭൂതിയില്ല. അതുപോലെ ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആശയവിനിമയമില്ല വിത്തിൻ ദ ടീമിനുള്ളിൽ. വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം. ദർ ഈസ് നോ അക്കൗണ്ടബിലിറ്റി ഇല്ല, ഉത്തരവാദിത്തമില്ല ഫോർ മിസ്റ്റേക്കുകൾക്ക്. അതുപോലെ ദർ ഈസ് നോ കമ്മിറ്റ്മെൻറ്റ്, പ്രതിജ്ഞാബദ്ധതയില്ല അല്ലെങ്കിൽ പ്രതിബദ്ധതയില്ല ടു ദി പ്രോജക്റ്റിന്. അതുപോലെ ദർ ഈസ് നോ റെക്കഗ്നിഷൻ, അംഗീകാരമില്ല. റെക്കഗ്നൈസ് എന്നതിൽ നിന്ന് വന്നതാണ് റെക്കഗ്നീഷൻ. ഫോർ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന്, ഹാർഡ് വർക്കിന്. അതുപോലെ ദർ ഈസ് നോ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ സുതാര്യതയില്ല ഇൻ ദി പ്രോസസ്, പ്രക്രിയയിൽ, പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കാണിത്. ദർ ഈസ് നോ ഡിസിപ്ലിൻ, അച്ചടക്കമില്ല. ഡിസിപ്ലിൻ സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. SCN, ഡിസിപ്ലിൻ, അച്ചടക്കമില്ല ഇൻ ദി ഓർഗനൈസേഷനിൽ. ഇനി ലാസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഒരു 5 സെൻറ്റൻസുകളുണ്ട്, കൃത്യമായിട്ട് നോക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചത് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളുടെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് രൂപീകരണമാണ്. ഒരു ദേറിഷിന് ശേഷം ഒരു നോ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഇതിനൊരു 10 ഉദാഹരണം നിങ്ങളുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.